ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. I pray that those who are actually participating in this Bible study through Zoom and through Facebook, I pray that they will be blessed mightily. ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ജീവിതാനുഭവത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. Before we speak from the Word of God, I was being sharing experiences from my life. ഇനി ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് സുവിശേഷം നിരോധിക്കപ്പെട്ട ഒരു രാജ്യത്തിൽ പോലീസ് ലോക്കപ്പിൽ ജയിലിലേക്ക് പോകേണ്ടി വന്ന ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരനെ അവിടെ ചെന്ന് കാണുവാൻ ദൈവം എനിക്ക് നൽകിയ ഒരു അവസരത്തെക്കുറിച്ചാണ്, ഒരു ഭാഗ്യത്തെക്കുറിച്ചാണ്. I'm going to share with you an experience where in a country where it was prohibited to share the gospel, where a brother has shared and he was put in prison, and God gave me an opportunity to go to the country and to visit that particular brother. ഞാൻ ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ യുപിയിലും നോർത്ത് ഇന്ത്യയുടെ ചില മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്ന കാലത്താണ് ഈ ലോകരാജ്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വെളിപ്പാട് എനിക്ക് ലഭിക്കുന്നത്. When I was actually as participating in Operation Mobilization in North India and in this particularly in Uttar Pradesh is when I got a revelation to pray regarding to the nations of the world. ഓരോ രാജ്യങ്ങളെയും ആ രാജ്യങ്ങളുടെ ആവശ്യങ്ങളെയും ഭരണകർത്താക്കളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ലീഡേഴ്സും അതിനു വേണ്ടുന്ന പുസ്തകങ്ങളും ഒക്കെ എനിക്ക് ലഭിച്ചത് ഈ ഓപ്പറേഷൻ മൊബിലൈസേഷനിലെ പ്രവർത്തന കാലയളവിലാണ്. The motivation to read, motivation to pray for the nations and the leaders, along with various books with regards to the nations, was also all provided in this Operation Mobilization. അങ്ങനെ സുവിശേഷം നിരോധിക്കപ്പെട്ട രാജ്യങ്ങൾ, ആ രാജ്യത്തെക്കുറിച്ച് ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്നെയും അവിടേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. So when I was praying with regards to nations, especially those nations where where spreading the gospel is prohibited, I used to pray that to send me to these nations also. പക്ഷേ എന്റെ പ്രാർത്ഥന ആത്മാർത്ഥമാണോ എന്ന് ഞാൻ തന്നെ അറിയേണ്ടതിന് ഒരു ടെസ്റ്റ് ഉണ്ടായി. There was a test in order to know that whether my prayer was very sincere or not. മുണ്ടിയപ്പള്ളി ഷാരോൺ ചർച്ചിലെ ഒരു അറിയപ്പെട്ട ഒരു കുടുംബമാണ് ഐരാണിത്തറയിൽ കുഞ്ഞുമോൻ എന്ന് ഞങ്ങൾ പറയും ആ ഭവനം. Family which was actually part of our Mundipalli church was known as Iranithira Kunyumon. അദ്ദേഹത്തിന്റെ ഒരു മകനും ഒരു മകളും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാണ്. Their one son and daughter is working in the ministry. അദ്ദേഹം ഈ സുവിശേഷം നിരോധിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് ജോലി ചെയ്യുകയും അവിടെ രഹസ്യമായിട്ട് ക്രിസ്തീയ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്യുമായിരുന്നു. He was working in a place where the spread of gospel is prohibited. Along with that, he used to have a secret prayer meeting also. 2 വർഷത്തിൽ ഒരിക്കലാണ് വീട്ടിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നത്. He was only able to come to home only once in 2 years. അങ്ങനെ അദ്ദേഹത്തിന്റെ അവധിയായി നാട്ടിലേക്ക് വരുവാനുള്ള കാര്യങ്ങൾ വീട്ടിൽ അറിയിച്ചു, സഭയെ അറിയിച്ചു. ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. And it was a time for him to come to India. At that time, he had informed his family and the church, and we were all happy and we were praying for a safe journey. അദ്ദേഹം നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് അതിന്റെ തലേ ദിവസം താൻ താമസിച്ചുകൊണ്ടിരുന്ന റൂമില് ഒരു പ്രാർത്ഥന നടത്തി. The day before he was planning to come to India, the room where he was staying, he conducted a small prayer meeting there. ഏകദേശം 25 പേര് കൂടുന്ന ഒരു സംഘത്തിന്റെ പ്രാർത്ഥനയായിരുന്നു അത്. Approximately around 25 people were involved in that particular prayer meeting. വളരെ രഹസ്യമായിട്ടാണ് അവരവിടെ കൂടി വന്നിരുന്നത്. They came very secretly for that prayer meeting. എങ്കിലും ആ രാജ്യത്തിലെ സിഐഡിമാർ അത് കണ്ടെത്തുകയും
അവരാ വീട് റെയ്ഡ് ചെയ്ത് ഈ പ്രാർത്ഥനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. Even though they came secretly, the CID of that nation, they came to know about it and they raided the house and arrested all those individuals. അവർ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക്, ലോക്കപ്പിലേക്ക്, താൽക്കാലിക ജയിലിലേക്ക് മാറ്റി. They were not even allowed to eat the food that they had made, and they were arrested and taken into the lockup in the jail, police station. ആ രാജ്യത്തിൽ ഇന്നും ഒരു ക്രിസ്തീയ ദേവാലയം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. That in that country till now a church has not been sanctioned. ക്രിസ്തീയ പ്രവർത്തനങ്ങൾ ആ രാജ്യത്തിന്റെ നിയമത്തിനെതിരാണ്. Any activities which related to Christianity is against the rules of that particular nation. അതിന് വിരുദ്ധമായി സുവിശേഷം പറഞ്ഞവരും ആരാധന നടത്തിയവരും ഒക്കെ ജയിലിൽ പോകുകയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാകുകയും ഒക്കെ ധാരാളമായി സംഭവിച്ചിട്ടുണ്ട്. And anybody who has violated the rules in spreading the word of God or conducting prayer meetings have been jailed and been tortured, and there are many stories with regards to that. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ കുഞ്ഞുമോനും സംഘവുമെല്ലാം പ്രാർത്ഥനയ്ക്ക് കൂടി വന്നത്. They knew all this. Even though they knew all this, Kunjuman and all the brothers and sisters were involved in that prayer meeting. അവർക്ക് ആ ജോലിയേക്കാൾ വലുത് കർത്താവ് തന്നെയായിരുന്നു. They prioritized God over their jobs. പാസ്റ്റർ എന്നുള്ള നിലയിൽ കുഞ്ഞുമോന്റെ വരവിനായി ഞങ്ങൾ സഭയായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിന്റെ വരവിനായും വളരെ പ്രതീക്ഷയോടുകൂടിയിരിക്കുമ്പോൾ എനിക്ക് ഒരു ഷോക്കിംഗ് ന്യൂസ്, ഒരു ടെലിഫോൺ കോൾ ആ രാജ്യത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്. While we were all anticipatory waiting as a church and the family for his return from the particular nation, we received a phone call with a shocking news. അത് കുഞ്ഞുമോനും തന്നോടൊപ്പം ഉണ്ടായിരുന്നവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. The shocking news was that Kunjuman, along with all the individuals participated in the prayer meeting, had been arrested and been put in jail. അത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അറിയിക്കണമെന്നും എന്നെ ഫോണിൽ വിളിച്ചയാൾ ഓർമ്മിപ്പിച്ചു. And the person who had called me on the phone reminded me to tell to the family also. 2 വർഷത്തിന് ശേഷം ഭർത്താവിനെ കാത്തിരിക്കുന്ന തന്റെ ഭാര്യ സഹോദരിയോടും തന്റെ 3 മക്കളോടും ഈ കാര്യം എങ്ങനെ പറയും എന്നുള്ള ആശങ്കയിലായിരുന്നു ഞാൻ. And the problem and the trouble that I was facing was that the family and the wife and sisters and the children were waiting for 2 years for him to return home. How I would tell this news was the problem. What's the trouble that I was facing? അത് മാത്രമല്ല, അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ചും ഒക്കെ എന്റെ മനസ്സിലൂടെ പല കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. And not only that, in my heart there were various thoughts with regards to what would happen if such a person was arrested. അല്പനിമിഷം കഴിഞ്ഞ് ഞാനൊന്ന് നോർമലായി കഴിഞ്ഞപ്പോൾ സഭയിലുള്ള വിശ്വാസികളെ അറിയിച്ച് ആ വീട്ടിൽ ഒരു പ്രാർത്ഥന ഞങ്ങൾ ക്രമീകരിച്ചു. After some time, when I had become normal, I called all the believers within the church and we organized a prayer meeting in that church family's house. അങ്ങനെ ഭർത്താവിനെയും കുഞ്ഞുങ്ങൾക്ക് അവരുടെ പിതാവിനെയും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിൽ ഞാനും സഭാവിശ്വാസികളും പ്രാർത്ഥനയ്ക്കായിട്ട് ചെന്നു. So along with myself and along with the believers in the church, we went into that house who were waiting eagerly for their husband to arrive from that nation. We went for a prayer meeting there. ഈ സന്ദർഭത്തിൽ ഈ വിവരം അറിഞ്ഞ് ഒരു ശ്മശാനമുഖമായ ഒരു മരണാന്തരീക്ഷം പോലെയുള്ള ഒരു അവസ്ഥയായി പോയി ആ ഭവനത്തിൽ. After the family had come to know about this news, that atmosphere in the house were was a mourning atmosphere. എങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമുണ്ടായി. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ആരാധന അവിടെ ഉയർന്നു. Even though in that atmosphere there was an activity of the Holy Spirit and there was a worship with relation to the Holy Spirit that arose there. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങി. We comforted them and strengthened them with whatever ways we could, and then we returned. Each of us returned to our families. ആ സന്ദർഭത്തില്
ആ രാജ്യത്തിൽ നിന്ന് ഒരാൾ എന്നെ അവിടേക്ക് ക്ഷണിക്കുകയാണ്. At that particular moment, there was another person from that same nation who invited me there. 2 ജെയിംസുമാരാണ് എന്നെ വിളിച്ചത്. ഒരാൾ വള്ളംകുളംകാരനാണ്, ഒരാള് എറണാകുളത്തിനടുത്തുള്ള വാരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. അവർ രണ്ടുപേരും ഈ രാജ്യത്തിലാണ്. അവർ ടെലിഫോണിൽ എന്നെ വിളിച്ചിട്ട്, പാസ്റ്ററെ, ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വന്ന് ഞങ്ങളോട് സുവിശേഷം പറയാമോ, ബൈബിൾ ക്ലാസ് എടുക്കാമോ എന്ന് അവരെന്നോട് ആവശ്യപ്പെടുകയാണ്. The invitation came from 2 James, one James from Vallankulam, another James from a new place near Ernakulam. They called me and invited me to this particular nation, asked me to come and preach and along with them to take classes on the Bible. ഇവരെ ഞാൻ മുൻപ് കണ്ടിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല. I have not met them before or seen them before. ആ സന്ദർഭത്തില് കാനഡ, അമേരിക്ക, കുവൈറ്റ്, ബഹ്റിൻ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. At that particular point of time, I had invitations from Canada, America, Kuwait and Bahrain. ഈ രാജ്യങ്ങളിലൊന്നും സുവിശേഷം നിരോധിക്കപ്പെട്ട രാജ്യങ്ങളല്ല. None of these nations are nations where the spread of gospel is prohibited. ബഹ്റിൻ എയർപോർട്ടിൽ എൻ്റെ പുസ്തകങ്ങൾ, ക്രിസ്തീയ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പ് തന്നെ ഉണ്ടായിരുന്നു ബഹ്റിൻ എയർപോർട്ടിൽ 1988 കാലയളവിൽ. There was a bookstall in the Bahrain airport which was actually which was giving the books which are written by me during the time of 1986. അവിടെയുള്ള ഇംഗ്ലീഷ് പേപ്പറിൽ എൻ്റെ ബഹ്റിനിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള യോഗങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് വാർത്തയായിട്ട് കൊടുക്കുമായിരുന്നു. And in the Bahrain newspapers in the Bahrain, when I used to go there to preach the gospel, they used to give us a report or as a news in that. അത്രമാത്രം സ്വാതന്ത്ര്യം ആ അറബ് രാജ്യത്തിൽ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. And that much freedom was there in that Arab nation now and then also. അമേരിക്കയിലെയും കാനഡയിലെയും കാര്യം പറയേണ്ടതില്ലല്ലോ. And we already know about what happens in America and Canada. പക്ഷേ ഈ സന്ദർഭത്തില് ഈ സുവിശേഷം നിരോധിക്കപ്പെട്ട രാജ്യത്തിൽ നിന്നുള്ള ആ ഇൻവിറ്റേഷൻ എന്നെ തന്നെ പഠിക്കാനായിട്ടൊരു അവസരമായി. So when I received that invitation from the nation which had prohibited the spread of gospel, it was an opportunity for me to study about myself. ഈ രാജ്യങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്യുന്നതിന്റെ പരമാർത്ഥത എന്താണ്? The question was that what is the reason that, or what is the point of me traveling in all these nations? നിശ്ചയമായിട്ടും സുവിശേഷം പറയാനാണെങ്കിൽ അല്ല ബൈബിൾ ക്ലാസ് എടുക്കാനാണെന്നുള്ളത് ഒരു സത്യമാണെങ്കിലും ആ ഇന്നർമോസ്റ്റ് ഹാർട്ടിന്റെ ഡിസയർ എന്തായിരിക്കും? Even though the truth is that I am traveling to take Bible classes and to preach, but what is the innermost desire in my heart? കർത്താവിനോടുള്ള യഥാർത്ഥമായ സ്നേഹമാണെങ്കിൽ ഇപ്പോൾ എൻ്റെ സഭാവിശ്വാസി ജയിലിൽ കിടക്കുന്ന ആ രാജ്യത്തിലേക്ക് പോകാൻ ഞാൻ തയ്യാറാകും. കാരണം അവിടെ നിന്ന് 2 സഹോദരന്മാർ എന്നെ വിളിച്ചിരിക്കുകയാണ്. If it is a true love towards Jesus Christ, then I would be willing to travel towards a nation where the believer is jailed because the 2 brothers has invited me. അങ്ങനെ അവസാനമായിട്ട് ഞാൻ എൻ്റെ സഭാവിശ്വാസി ജയിലിൽ കിടക്കുന്ന ആ രാജ്യത്തിലേക്ക് തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും പോകാൻ തീരുമാനമെടുത്തു. And then I decided to go to the nation where my church believer is in the jail for the purpose of gospel and to pray. അങ്ങനെ ആ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയില് എയർപോർട്ടില് ഞാൻ ചെന്നിറങ്ങി. In that way I landed in the capital of that nation. എനിക്ക് വേണ്ടി വിസയും ടിക്കറ്റും മറ്റ് ക്രമീകരണങ്ങളും ചെയ്തിരുന്ന ഈ വാരാപ്പുഴക്കാരൻ ജെയിംസിനെയും വള്ളംകുളംകാരൻ ജെയിംസിനെയും ഞാൻ അതിനു മുൻപ് കണ്ടിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. Those who had actually arranged the tickets and visa from me, the James from Varapura and Vallanguda, I had told previously that I have not met them before. പക്ഷെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എനിക്ക് അവരെയും മനസ്സിലായി. അവരെന്നെ കെട്ടിപ്പിടിച്ച് സ്നേഹചുംബനം നൽകി ആ രാജ്യത്തിലേക്ക് സ്വാഗതം ചെയ്തു. But the moment I landed in the airport, I understood who they were and they also understood me and they hugged me and kissed me and invited me into that nation. മീറ്റിംഗുകൾ ഞങ്ങൾ അവിടെ നടത്തി. And we conducted many meetings in that country. എൻ്റെ സഭാവിശ്വാസി ജയിലിൽ കിടക്കുന്ന
ആ സ്ഥലത്തേക്ക് ഞങ്ങൾ 3 പേരും കൂടെ, ഈ 2 ജെയിംസുമാരും ഞാനും കൂടെ, ഏകദേശം ഞാൻ ചെന്നിറങ്ങിയ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് 100-300 കിലോമീറ്റർ അകലെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അവിടേക്ക് ഞങ്ങളൊരു കാറിൽ പോയി. And myself, along with both the James, we traveled and to visit our believer who was in jail, which is around 10 to 30 kilometers away from the capital city. അപ്പോൾ അവര് ജയിൽ വിമുക്തരായി കഴിഞ്ഞിരുന്നു. And that time they had been freed from the imprisonment that was. അവിടെ ഞങ്ങൾ ഒരു യോഗം ക്രമീകരിച്ചു. And we conducted a meeting over there. 25 പേരല്ല, അതിൽ കൂടുതൽ ആ ജയിലിൽ കിടന്നവരുൾപ്പെടെ അതേ സ്ഥലത്ത് ഒന്നിച്ചുകൂടി. Not only it was not just 25 people, but all the people who were in the jail all came in that place. അവിടെ രാത്രിയിൽ ഞാനൊരു സ്നാന ശുശ്രൂഷ നടത്തുകയും കർത്തൃമേശ നടത്തുകയും ഒക്കെ ചെയ്തു. And that night I was able to conduct a baptism ceremony and also the Holy Communion. അതിനുശേഷം ഞങ്ങൾ മടങ്ങി വരുമ്പോൾ പോലീസ് ഞങ്ങളുടെ ഈ വണ്ടി തടഞ്ഞു. So when we were returning, the police stopped the vehicle we were traveling in. ഭാഗ്യവശാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. By the grace of God, we were not arrested. അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങൾ നടത്തി അനേകരെ കർത്താവിന്റെ നാമത്തിൽ കർത്താവിന് വേണ്ടി സ്നാനപ്പെടുത്തി മടങ്ങി വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. God gave me the opportunity to conduct various meetings and also to bring many people to Christ and to baptize them. എനിക്ക് തോന്നുന്നത് KC ചാക്കോ കുഞ്ഞുമോനെ ഈ ലൈനിലുണ്ടെങ്കിൽ അതൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒരു വാക്ക് കുഞ്ഞുമോന് പറയാനുള്ള സമയമുണ്ട്. ഓക്കെ കുഞ്ഞുമോനെ, ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ചർച്ചിലെ അരിയാണത്തറ കുഞ്ഞുമോൻ ജയിലിൽ കിടന്ന ബ്രദറ്. ഒരു വാക്ക് 1-2 മിനിറ്റ് 3-4 മിനിറ്റ് കുഞ്ഞുമോന്റെ അനുഭവം ഒന്ന് പറയാനൊരു അവസരമുണ്ട്. ഡോക്ടർ ഷെറിന് ട്രാൻസ്ലേറ്റ് ചെയ്യണം നോക്കുന്നു പ്ലീസ്. ഓക്കെ കുഞ്ഞുമോനെ അൺമ്യൂട്ട് ചെയ്തേ കുഞ്ഞുമോന്റെ. ഓക്കെ ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. Praise to the mighty name of God. പോൾ പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് പങ്കുവെച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷമായിരുന്നു. ആ നിമിഷങ്ങളെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. What Paul Pastor had shared was the moment which is a very truthful event in my life, and I consider that as a very rich event in my life. അതെൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഏറ്റവും വലിയ ധന്യമായ നിമിഷങ്ങളായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. I give praise and glory to the God for that time was a very important time of my life, and I find that time as a way-breaking time. ആ ഒരു അനുഭവം നിമിത്തം ഞാൻ പിന്നത്തേതിൽ വളരെയധികം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Because of that experience, I was more blessed than the previous, and for that I praise and glorify God. ഇതിന്റെ പിന്നിൽ ഞങ്ങളുടെ സഭ ഉണ്ടിപ്പള്ളി സഭ പാസ് ഉൾപ്പെടെയുള്ളവരുടെ വലിയേറിയ പ്രാർത്ഥനയുടെ ഒരു പരിണത ഫലമായിട്ടാണ് 18 ദിവസക്കാലം ഞാൻ ജയിലിൽ കിടപ്പാനും യാതൊരു വിധമാകുന്ന ഉപദ്രവമോ മറ്റു പ്രശ്നങ്ങളോ കൂടാതെ റിലീസ് ചെയ്യുവാനും വലിയനായ ദൈവം സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I give glory and honor to the God that I realized that I was in jail for 18 days, but I did not suffer anything in that, and I was released. It was only because of the prayer of church members in Mundipalli. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അന്ന് അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചതിന് സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഈ അവസരം പങ്കുവെക്കുവാൻ ഇടയായതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. I give glory and honor to the God which gave me such an opportunity where I can bring glory to the God, and I thank Pastor for this opportunity that is given. പ്രിയ കുഞ്ഞുമോനെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൂടിരിക്കട്ടെ. Let God bless brother Kunyuman, and let യേശുവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കഷ്ടത അനുഭവിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും അതൊരു ഭാഗ്യമാണ്, അതൊരു ഭാഗ്യ പദവിയാണ്. അവയൊക്കെ നമ്മളെ ആത്മീയമായി ബലപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. ഈ സാക്ഷ്യം എനിക്ക് നിങ്ങളോട് പറയാൻ ഇടയായല്ലോ. അതും ഈ പ്രതികൂലങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു അനുഗ്രഹവും ഒരു ബലവുമായി തീരുവാൻ കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Whether we undergo anything, any form of misfortune in our life, it happened for Christ. It's a very fortunate event, and this gives us a way to tell this testimony. And Pastor had the opportunity to tell the testimony of our brother Kunyuman, which itself is a great blessing. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. And now we are studying from the book of Revelation. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിനെ അംഗപ്രത്യംഗമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്.
In the book of Revelation 1, we are seeing Jesus' description over there. 2-3 അധ്യായങ്ങളിൽ കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ, സഭയോടുള്ള കർത്താവിന്റെ സന്ദേശങ്ങൾ ആണ് നമ്മൾ വായിക്കുന്നത്. In chapter 2 and 3, we read about the churches which were sanctified by the blood of Christ and the instructions to these churches. 4-ാം അധ്യായത്തിൽ യോഹന്നാനെ ദൈവം സ്വർഗത്തിന്റെ മനോഹരത കാണിക്കാനായിട്ട് അവിടേക്ക് ക്ഷണിക്കുകയാണ്. And in the 4th chapter, John is invited to show the beauty of the throne room of heaven. അവിടെ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നതും 4 ജീവികളും 24 മൂപ്പന്മാരും കോടാനുകോടി ദൂതന്മാരെയും അവരുടെ ആരാധനയും ഒക്കെ യോഹന്നാൻ കാണുകയാണ്. And in that chapter, we see John seeing God sitting on the throne and the 4 beasts and the 24 elders and many angels worshipping him. 5-ാം അധ്യായത്തില് മുദ്രയിടപ്പെട്ട ഒരു ഗ്രന്ഥവും അത് പൊട്ടിക്കുവാൻ ആരുമില്ല എന്ന് കണ്ടപ്പോൾ കരയുന്ന യോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട്. And in the 5th chapter, we see a sealed scroll and where John is crying, there's nobody to open that. ഒരു കുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന യോഹന്നാനെ മൂപ്പന്മാരിൽ ഒരാൾ ധൈര്യപ്പെടുത്തുകയാണ്. ഭയപ്പെടേണ്ട, അറുക്കപ്പെട്ട കുഞ്ഞാട് നസ്രയനായ യേശു പുസ്തകം വാങ്ങിക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് യോഹന്നാനെ ആശ്വസിപ്പിക്കുന്നതും നമ്മൾ കാണുന്നു. And we see that John, while he was crying like a child, there was an elder who comforts him and tells him that there is a lamb who is worthy to open and to break the seal. He is here right now. 6-ാം അധ്യായത്തില് ആ മുദ്ര പൊട്ടിക്കുകയാണ്. 4 കുതിരകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരികയാണ്. In the 6th chapter, we see that the seal is broken and we see 4 horses coming one after another. ആദ്യം വെളുത്ത നിറമായിരുന്നെങ്കിലും പിന്നെ അത് ചുമക്കുകയും മഞ്ഞയും കറുപ്പും ഒക്കെ ഉണ്ടാകുകയാണ്. Even though the first one was white, it became red. Then we have yellow and black horses. See, ഇതെല്ലാം എതിർക്രിസ്തുവിന്റെ രംഗപ്രവേശനവും ആ കാലഘട്ടത്തിലെ ഭയാനകതകളെയും വെളിപ്പെടുത്തുന്നതാണ്. All this was the appearance of the Antichrist and all the horrors that is going to happen at that particular point of time. 7-ാം അധ്യായത്തില് ഇസ്രായേൽ ഗോത്രം 12-ൽ നിന്ന് 12,000 ആൾക്കാരെ ദൈവം മുദ്രകുത്തി വേർതിരിക്കുന്നു. In the 7th chapter, we see from the nation of Israel, here God seals and separates 144,000 people. അതുകൂടാതെ എണ്ണിക്കൂടാത്തൊരു പുരുഷാരം കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്ന രംഗവും യോഹന്നാൻ കാണുകയാണ്. Not only that, we see a great multitude of people who are actually saved and coming to Christ is what John sees in that chapter. ഇവയെക്കുറിച്ചെല്ലാം ദൈവത്തിന്റെ കാരുണ്യത്താൽ കൃപയാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. With regards to all this, by the grace and mercy of God, we were able to think and meditate on them. പഴയ ക്ലാസ്സുകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫേസ്ബുക്കിൽ ക്ലാസ്സുകൾ അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടതുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. If anybody wants to listen to the previous classes, it is available on Facebook and also on YouTube. താങ്ക് യു. ഇന്ന് നമ്മള് 8-ാം അധ്യായത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ പോകുന്നത്. Today we are going to turn towards chapter 8. ഇവിടെ 7-ാമത്തെ മുദ്ര എന്ന് പറഞ്ഞാൽ അവസാനത്തെ മുദ്ര കുഞ്ഞാട് അല്ലെങ്കിൽ യേശു കർത്താവ് പൊട്ടിക്കുകയാണ്. Here the 7th seal or the last seal is broken by Christ himself. അതോടുകൂടി 7 ദൂതന്മാരും അവർക്ക് 7 കാഹളങ്ങൾ ലഭിക്കുകയാണ്. Along with this, we see the 7 angels and 7 angels receive 7 ട്രംപറ്റ്. അവരോരോ കാഹളങ്ങളും ഊതുമ്പോൾ ഭയാനകമായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കുകയാണ്. And when each of the angels blow the trumpets, we see very horrendous things happening in this earth. മഹോപദ്രവ കാലത്ത് സംഭവിക്കുവാൻ പോകുന്ന ഭയാനകമായ കാര്യങ്ങൾ 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം ദർശനത്തിലൂടെ യോഹന്നാന് കൊടുക്കുന്നതാണ് ഈ 8-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. The main point in the chapter 8 is what all fearful things are going to happen during the age of tribulation is what Jesus is showing John. മഹോപദ്രവ കാലത്തെ സംഭവത്തെക്കുറിച്ച് വേദപുസ്തകം മാത്രമല്ല ശാസ്ത്രജ്ഞന്മാരും ഇപ്പോൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
with regards to this tribulation period, not only Bible is giving, but also scientists are giving a warning regards to that. ഒരു മനുഷ്യൻ ഇവിടെ മാനവലോകം ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. If a man has to live in this particular world, there are various important things. പക്ഷേ മതവും ഭരണവും ജോലിയും പണവും സൈന്യവും രാജ്യവും ഇതൊക്കെയാണ് എസൻഷ്യലായ കാര്യമെന്നാണ് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത്. We might think that the essential things includes money, job, political power, or any materialistic values. അവയൊക്കെ ഒരുപക്ഷെ ആവശ്യമാണ്, നല്ലത് തന്നെ. പക്ഷെ അതൊന്നുമല്ല മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന് മതത്തിനും ഭരണത്തിനും സൈന്യത്തിനും വിദ്യാഭ്യാസത്തിനും നിയന്ത്രിക്കാൻ കഴിയാത്ത ചില അമാനുഷികമായ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. Even though they may seem to be important, but there are things that can not be controlled by education, religion, or armies or anything. These are things in this world, actually, supernatural things. ഉദാഹരണമായിട്ട് ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്. For example, global warming. ഏറ്റവും ഭയാനകമായ നിലയിലേക്ക് മാറുകയാണ്. And we know that the global warming is becoming very dangerous. ഇന്ന് ഞാൻ BBC-യുടെ ഒരു റിസർച്ച് അന്റാർട്ടിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ അവർ നടത്തിയ സയന്റിസ്റ്റ് നടത്തിയ ഒരു റിസർച്ചിന്റെ ഡോക്യുമെന്ററി കാണുകയുണ്ടായി. Today I was able to see a documentary in BBC with regards to global warming which they had conducted in Antarctica. അന്റാർട്ടിക്ക ഒന്നും നമ്മുടെ അടുത്ത സ്ഥലങ്ങളല്ല. Antarctica is not places near to us. പക്ഷെ അവിടുത്തെ മഞ്ഞിന് മാറ്റം വന്നാൽ ഈ മുണ്ടിയപ്പള്ളിയിലും വെല്ലൂരിലും ഒന്നും ആൾക്കാർ താമസിക്കുകയില്ല. But even though it is not close to us, if there is a small deviation in the ice over there, there will not be people in Vellore or Mundipalli. അവിടെ ഈ ഐസുകൾ ഉരുകിയിട്ട് സമുദ്രജലം വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, ചൂട് ഏകദേശം ഒരു 30, ചിലയിടത്തൊക്കെ 2ഉം 12ഉം ഒക്കെ ഉള്ളെന്ന് ഓർക്കണം, 30ഓളം ഡിഗ്രി ചൂടിലേക്ക് കാലാവസ്ഥ വ്യതിയാനം വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. What they are saying is that because there is a melting of ice in Antarctica, not only the sea level is increasing, but there is also an increase in the temperature up to 30 degrees Celsius. നമുക്കതിൽ കൂടുതലുണ്ട് ഇവിടെ. And there are more, the temperature is much higher here. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത്രയും ആയാൽ ആൾക്കാർ ചത്തുപോകും. And if such temperature increases in European countries, people will pass away there. ആ ചൂടിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. The heat is increasing. അതിവിടെ കേരളയിൽ കല്ലിടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതല്ല, കല്ല് പറിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്നതല്ല. It is not because we put a stone in Kerala or we remove the stone from Kerala. അവിടെ ഇന്ത്യയില് അത് BJP കയറിയാലും കോൺഗ്രസ് കയറിയാലും കമ്മ്യൂണിസ്റ്റുകാർ കയറിയാലും ഇതും ഈ അന്റാർട്ടിക്കയുമായിട്ട് ഇതിനൊന്നും ബന്ധമില്ല. Even in India, if BJP, Communist or Congress comes as a ruling party, it has nothing to do with Antarctica. പക്ഷെ അന്റാർട്ടിക്കയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇന്ത്യക്കാരനും കരിഞ്ഞു പോകും. But if something happens in Antarctica, every Indian will burn off. അവിടുത്തെ മഞ്ഞുരുകിയാൽ, ചൂട് വർദ്ധിച്ചാൽ ഇവിടെ നമ്മൾ ഈയാമ്പാറ്റകൾ പോലെ ചത്തുവീഴും. If the ice melts over there and if the temperature increases, we will all burn off like moths. നമ്മുടെ മുംബൈയിലെ കടൽ തീരങ്ങൾ, ചെന്നൈയിലെ മെറീന മേഖലകൾ, കേരളത്തിലെ കൊച്ചിയുടെ മേഖലകളെല്ലാം വെള്ളത്തിനടിയിലായി പോകും. With regards to Mumbai and the Chennai beaches, Marina beaches and the beaches in Ernakulam and Kochi will all become underwater. ഞങ്ങളെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനൊക്കെ ക്രമീകരണം നടത്താമെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. അമേരിക്കയ്ക്കും ഒന്നും ചെയ്യാനൊക്കെയില്ല, UK-ക്കും ഒന്നും ചെയ്യാനൊക്കെയില്ല, റഷ്യയ്ക്കും ചെയ്യാനൊക്കെയില്ല, യുക്രൈനും ഒന്നും ചെയ്യാനൊക്കെയില്ല. If the parties say that if you make us to come into power, we'll do something around this, they cannot do anything. America, UK, Russia or Ukraine cannot do anything about this. ഞങ്ങളുടെ കയ്യിൽ വലിയ ഭൂഖണ്ഡാന്തര മിസൈലുണ്ട്, നിന്നെ കത്തിച്ച് കളയുന്നൊക്കെ പറഞ്ഞ അന്റാർട്ടിക്കയോട് പറഞ്ഞാൽ ഞങ്ങളുടെ മഞ്ഞുമതിയിടാ നിന്നെ ഒരുക്കാൻ എന്ന് അവർ പറയും.
If these people just say that we have big missiles, we will burn you down Antarctica, and Antarctica will reply saying that my melting of my ice is enough. ഞാൻ മനുഷ്യന്റെ ജീവിതത്തിന് അവന്റെ പിടിയിൽപ്പെടാത്ത ചില അഭൗമികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. I am telling you about something that man has not thought about, which does not come under his control. സൂര്യൻ നമ്മളിൽ നിന്ന് 9,30,00,000 മൈൽ അകലെയാണ്. Sun is around 9 crores 30 lakhs kilometers away from us. അതിനെ നിയന്ത്രിക്കാനൊന്നും ഇവിടുത്തെ ആസ്ട്രോണമിസ്റ്റുകൾക്കും ഇവിടുത്തെ ആസ്ട്രോളജിസ്റ്റുകൾക്കും സാധ്യമല്ല. No astrologist or astronomist can control sun. പക്ഷേ സൂര്യൻ 2 ആർക്ക് സെക്കൻഡ് വീതം ഒരു വർഷത്തിൽ ചുരുങ്ങുന്നുണ്ട്. But the sun is actually decreasing and contracting in size every year. By 2 ആർക്ക് സെക്കൻഡ്. യെസ്. അത് മാത്രമല്ല, സൂര്യന്റെ ഇന്ധനം എന്ന് പറയുന്നത് ഹൈഡ്രജൻ വാതകമാണ്. Yeah, the fuel of sun is basically hydrogen. അതിന്റെ സ്ഫോടനം കൊണ്ടാണ് നമുക്ക് ചൂടും വെളിച്ചവും ഒക്കെ ലഭിക്കുന്നത്. And it's because of the explosion of the hydrogen atoms that we receive light and the heat. സോളാർ സിസ്റ്റത്തെ ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് സൂര്യനിൽ ഹൈഡ്രജൻ സ്ഫോടനം നടന്നുകൊണ്ടിരിക്കും. And in order for the solar system to be kept in place, the hydrogen is to be spontaneously burst in sun. അതിനുവേണ്ടി സെക്കൻഡിൽ ടൺ കണക്കിന് ഹൈഡ്രജൻ ആണ് അവിടെ കത്തിത്തീരുന്നത്. And in order for that, around tons of hydrogen are burned over there. അതിനനുസൃതമായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. But in respect to that, the same amount is not being produced. അങ്ങനെ സൂര്യൻ ചുരുങ്ങുകയാണ്. In that way, the sun is contracting. അങ്ങനെ കഴിഞ്ഞാൽ ഭൂമി ഉൾപ്പെടെ സോളാർ സിസ്റ്റത്തിലെ ഏതെങ്കിലും ഗോളങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുമോ? If that is the thing, including Earth, any planet in the solar system, can it sustain? ഏതെങ്കിലും വലിയ സ്റ്റാറുകൾ സൂപ്പർനോവയായിട്ട് മാറുകയാണ്, അത് മറ്റതിനെ ആകർഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ താമോ ഗർത്തങ്ങളിലേക്ക് ഇത് പിടിക്കുകയാണെങ്കിൽ ഈ സോളാർ സിസ്റ്റത്തെ പോലും വലിച്ചെടുക്കാൻ കഴിവുണ്ട് എന്ന് ആസ്ട്രോണമിസ്റ്റ് നമ്മെ പഠിപ്പിക്കുന്നില്ലേ? And we know that astronomers have taught us that if any star becomes a supernova, it has the gravitational power to pull even solar systems into it. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ളവർ അതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. People like Stephen Hawking used to teach regarding this. ആഗോളതാപനത്തിൽ കടൽ വെള്ളം കയറി കഴിഞ്ഞാൽ ശുദ്ധജലം നഷ്ടപ്പെടുകയില്ലേ? If into the land, if the salt water gets into it, we will lose the pure water. എങ്ങനെ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ കഴിയും? Then how can man live on this earth? ഈ കാര്യങ്ങളൊക്കെയാണ് സയന്റിസ്റ്റ് നമ്മളോട് ഇപ്പോൾ പറയുന്നത്. It is all these things the scientists are telling us now. ഇതിനെക്കുറിച്ചാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. And it is the same thing 2000 years ago which was written and documented in the book of Revelation. അത് അപ്പോക്കാലിപ്റ്റിക് ലാംഗ്വേജിലാണ് അത് എഴുതിയിരിക്കുന്നത്. And it was written in a language of apocalyptic language. അത് ആ നിലയിൽ നമുക്ക് ഗ്രഹിക്കുകയാണെങ്കിൽ ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതൊക്കെ 2000 വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ പറഞ്ഞതും ഇനി അത് സംഭവിക്കുമെന്നും നമുക്കറിയാൻ കഴിയും. If we can understand it with regards to that, we will understand that whatever the scientists are saying and what will come to happen, we will have an understanding behind that. ഈ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ ആ കാലങ്ങൾ, ആ സംഭവങ്ങൾ നടക്കുന്നതിന് മുൻപ് കർത്താവിന് വേണ്ടി ഒരുങ്ങുവാനും പോകുവാനും നമുക്ക് കഴിയും. If we have a knowledge with regards to this, we will be able to prepare ourselves and for the coming of Christ and go with him at this time. ഒരു സുനാമിയെ കുറിച്ചോ ഒരു ഭൂകമ്പത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ യുദ്ധത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു മിസൈൽ വരുന്നതിനെ കുറിച്ചുള്ള സൈറനോ ഒക്കെ കേട്ടാൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാവുന്നത് പോലെ ആ ഭീകര കാലഘട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടതിന് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. If we hear that there is an earthquake or there's a tsunami coming or there's a nuclear warfare or the missile is coming, a siren where we can run away from this, all the messages that is there from the book of Revelation is with regards to do what happens in that time. ആ ചിന്തയിൽ നിന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരാം. In that way, let us come to the book, chapter 8 in Revelation. നിങ്ങൾ 8-ാം അധ്യായം വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I trust that everyone has read the chapter 8.
അതിന്റെ ആദ്യത്തെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം. I will read the verses 1 and 2 right now. Dr. Sharon will read in English. അവൻ 7 മുദ്ര പൊട്ടിച്ചപ്പോൾ, അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, അവൻ എന്ന് പറയുമ്പോൾ യേശു 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. When he opened the 7th seal, there was silence in heaven for about half an hour. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. And I saw the 7 angels who stand before God. അവർക്ക് 7 കാഹളവും ലഭിച്ചു. And to them were given 7 trumpets. കുഞ്ഞാട് ഈ മുദ്രിതാ ഗ്രന്ഥത്തിന്റെ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുകയാണ്. Here we see that Lamb is actually breaking the 7th seal of the scroll. ആ മുദ്ര പൊട്ടിയപ്പോൾ നടക്കാൻ പോകുന്ന സംഭവത്തെ അറിഞ്ഞുകൊണ്ട് സ്വർഗം സ്തംഭിച്ചു പോകുകയാണ്. When the 7th seal was broken, when heaven knew what events are going to happen, there is a silence in heaven. യുക്രൈനിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളങ്ങ് മരച്ചു പോവുകയല്ലേ, സ്തംഭിച്ചു പോവുകയല്ലേ? When we see some of the events that is happening in Ukraine, we feel a little numbness in us. ഇവിടെ ഇനി ഭൂമിയിലെ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് സ്വർഗം അങ്ങ് നിശബ്ദമാകുകയാണ്. Here, heaven seeing what is going to happen in the earth, it becomes silent. അവിടെ 24 മൂപ്പന്മാരുണ്ട്. There are 24 elders. അവിടെ 4 ജീവികളുണ്ട്. There are 4 beasts. കോടാനുകോടി ദൂതന്മാരുണ്ട്. A multitude of angels. ഇവിടെ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന 144,000 ഉണ്ട്. And we see the 7th chapter, we see the 144,000 people. എണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു വലിയ സമൂഹം വേറെയുണ്ട്. And a great multitude of people over there. ഇവരെല്ലാം അങ്ങ് നിശബ്ദമായി പോകുകയാണ്. All of them become very silent. അത്ര ഭയാനകമായ കാര്യമാണ് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്. Because it is a very fearful thing that is going to happen on earth. ഈ മഹാപദ്രവകാലത്തെ സമ്മറൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. Jesus says about summarizing the tribulation period, one verse is there. ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ ലോകത്തിൽ സംഭവിച്ചിട്ടില്ലാത്തത് ഇനി സംഭവിക്കും എന്നാണ്. From the beginning of the world until now, what has not happened will happen is what it said. 3 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. Let us pay attention to verse 3 onwards. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. Please read it in English. Then another angel, having a golden censer, came and stood at the altar. He was given much incense that he should offer it with the prayers of all the saints upon the golden altar which was before the throne. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. In the last class, I had told one thing. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള ഒരു ബിബ്ലിക്കൽ ആയിട്ടുള്ള കാലഗണനയാണ്. It is with regards to what is written in the book of Daniel, where there's a biblical time period of 70 weeks. ആ 70 ആഴ്ചവട്ടം പൂർത്തിയാകുമ്പോൾ മശിഹയുടെ ഭരണം ഈ ലോകത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ 1000 വർഷത്തെ ഭരണം ഉണ്ടാകണം എന്നുള്ളതാണ് ദാനിയേൽ പ്രവചനത്തിലെ പ്രവചന വിഷയം. In the book of Daniel, the prophecy that is there at the end of 70 years, there should be the rule of Messiah, or the 1000-year reign of Messiah should happen. അതിന് സ്വർണം, വെള്ളി, താമ്രം, ഇരുമ്പ്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു സമ്മിശ്ര ലോകബിംബത്തിന്റെ ദർശനം ദൈവം ദാനിയേൽ നെബൂഖദ്നേസറിന് കൊടുക്കുന്നു. ദാനിയേൽ വ്യാഖ്യാനിക്കുന്നു. ഈ ദാനിയേൽ 2 നമുക്ക് കാണാൻ കഴിയും. In the book of Daniel chapter 2, we see a statue that God is showing Nebuchadnezzar with regards to gold, silver, bronze, and iron and mud. And there's an interpretation also given over there with regards to this. മാത്രമല്ല ദാനിയേൽ 7 4 വന്യമൃഗങ്ങളെ കുറിച്ചുള്ള ദർശനം ദാനിയേലിന് ദൈവം കൊടുക്കുന്നു. Not only that, in the chapter 4, God is giving vision regarding to 4 beasts.
ഈ 4 മെറ്റലും ഈ 4 ജീവികളും മൃഗങ്ങളും യേശു ഈ ലോകത്തിൽ ഭരിക്കാൻ വരുന്നതിന് മുൻപുള്ള 4 സാമ്രാജ്യങ്ങളാണ്, ഭരണകർത്താക്കളാണ് എന്നുള്ള വ്യാഖ്യാനവും ദൈവം അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. And we also see that this 4 metals and the 4 beasts that we read in the book of Daniel is with regards to the 4 nations which are supposed to come before the rule of Jesus. ഇതിനുശേഷം ഇവിടെ യേശു ഭരിക്കണം. After this, Jesus should rule. ആ ഭരണകാലം 1000 വർഷമായിരിക്കും. And that ruling period is around 1000 years. അന്ന് ഇവിടെ വർഗീയ ലഹളകൾ ഉണ്ടാകുകയില്ല. And that time there will not be any racial discriminations. അന്നിവിടെ യുദ്ധങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. There will not be any wars. അന്നിവിടെ അംഗവൈകല്യമുള്ള ആരും ഉണ്ടായിരിക്കുകയില്ല. And there will not be any persons with disabilities at that time. അന്നിവിടെ അബ്നോർമൽ ആയിട്ട് ആരും ജനിക്കുകയില്ല. And that time there will not be any babies born with abnormalities. അന്ന് വെല്ലൂർ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കുകയില്ല, കാരണം അന്ന് രോഗികളൊന്നും ഉണ്ടായിരിക്കുകയില്ല. At that time there will not be Vellore Hospital because there will not be any sick people. പക്ഷേ കെട്ടിടങ്ങളെല്ലാം, വെല്ലൂർ ഹോസ്പിറ്റലിലെ കെട്ടിടവും ആ ബോർഡും ആ സ്ഥലവും എല്ലാം അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ രോഗികളൊന്നും ഇല്ല, ഡോക്ടർമാരുടെ ആവശ്യവും അവിടെ ഇല്ല. At that time there will be Vellore Hospital, all the boards and everything will be there, but there will not be any patients and there is no need for doctors. അതുകൊണ്ട് ഡോക്ടർമാരുടെ ജോലിയെല്ലാം പോകുന്ന കാര്യം ഞാൻ മുന്നമേ പറഞ്ഞില്ലെന്ന് നിങ്ങൾ പറയരുത്. ഇതെല്ലാം പാസ്റ്റർ അറിഞ്ഞിട്ട് ഞങ്ങളോട് എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യരുത്. നിങ്ങളുടെ എല്ലാവരുടെയും ജോലി പോകും. So with regards to that, pastor is warning that all our jobs will go at that time. So please don't say that he has not warned it. ഇപ്പോഴല്ല, ഇപ്പോഴത്തെ കാര്യം പേടിക്കണ്ട. ഇത് സഹസ്രാബ്ദ കാലത്തെ കാര്യമാണ്. It is not, don't worry, it is not right now, it is during the 1000-year reign. പക്ഷെ അന്നിവിടെ ജനനവും മരണവും ഒക്കെ ഉണ്ടായിരിക്കും, മറ്റുള്ള മനുഷ്യരും ഉണ്ടായിരിക്കും. But at that time there will be other people and there will also be death and birth. യാത്രയ്ക്ക് വേണ്ടി പ്ലെയിനുകളും ട്രെയിനും ബസ്സും എല്ലാം ഉണ്ടായിരിക്കും, കൃഷിയും എല്ലാം ഉണ്ടായിരിക്കും. That time there will be agriculture, there will be buses and planes for transportation. പക്ഷെ വിശുദ്ധന്മാർക്ക് ഇതൊന്നും ആവശ്യമുണ്ടായിരിക്കില്ല. യേശുവിനും ഇത് ആവശ്യമുണ്ടായിരിക്കില്ല. യേശു ആയിരിക്കും ചക്രവർത്തി, വിശുദ്ധന്മാരായിരിക്കും രാജാക്കന്മാർ. But for the saints, this is not necessary. It is also not necessary for Jesus because he will be the emperor and the others will be the rulers. ഇങ്ങനെ എളുപ്പം പറഞ്ഞു വിടുന്ന എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. ഒരു കാര്യം പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണം എന്നൊരു താല്പര്യക്കാരനാണ് ഞാൻ. പക്ഷെ എന്റെ ഒരു സബ്ജക്റ്റ് ഇതല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. Telling like this very fast is not something I like to do. I always think that everyone should understand it, but right now this is not my subject. That's why I'm telling it like this. ആ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ 70 ആഴ്ചവട്ടം ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, വളരെ പ്രധാനമാണ്. In the chapter 9 of Daniel, book of Daniel, we see the 70-week thing is very important. 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ ബിബ്ലിക്കൽ അർത്ഥത്തിൽ അത് 490 വർഷമാണ്. In regards to 70 weeks in the biblical time period is around 490 years. അതിന്റെ ആരംഭത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദേവാലയവുമായി ബന്ധപ്പെട്ട് പേർഷ്യൻ ചക്രവർത്തി കൊടുക്കുന്ന ഒരു കൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ആ 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നത്. And the beginning of the 70th week is also written. It is with regards to a Persian emperor who gives a certain important notice with regards to the temple. അത് BC 444 ബന്ധത്തിലുള്ള ഒരു കൽപ്പനയാണ്. അത് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആണ്. It's a historical factor which this happened during the time period of BC 444. അവിടുന്ന് കൃത്യം 490 വർഷമായപ്പോൾ, അല്ലെങ്കിൽ 69 ആഴ്ചവട്ടമായപ്പോൾ, യേശു അവരുടെ രാജാവായി ഒരു കഴുതപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് വരുന്ന രംഗം നമ്മൾ ബൈബിളിൽ പുതിയ നിയമത്തിൽ വായിക്കുന്നു. And approximately when the 69 weeks is going to complete and around 490 years, that is around 490 years, we see that Jesus coming into the nation on a donkey. We read this in the New Testament. അവിടെ യേശു രാജാവായിട്ട് വരുന്നു. അത് സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലെ ഒരു പ്രവചന നിവൃത്തിയായിട്ടാണ് വരുന്നത്. There Jesus is coming as a king, and this is with regards to in book of Zechariah where a prophecy is being fulfilled. അപ്പോൾ ബൈബിൾ പഠിച്ച, അല്ലെങ്കിൽ ന്യായപ്രമാണം പഠിച്ച ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിച്ച ജൂതന്മാർ യേശുവിനെ രാജാവായിട്ട് സ്വീകരിക്കണമായിരുന്നു. So
Jews who had read and studied the Bible and also studied the book of Daniel should have received Jesus as the king. അവർ രാജാവായി സ്വീകരിച്ചിരുന്നെങ്കിൽ ആ സംഭവത്തിന് 7 വർഷം കൂടെ കഴിയുമ്പോൾ ഇവിടെ സഹസ്രാബ്ദ ഭരണം ആരംഭിക്കുമായിരുന്നു. If they had received Jesus as a king, with the point of that event where Jesus coming on the donkey, 7 years from that, the 1000-year reign would have happened. എന്നാൽ അവർ യേശുവിനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, കൈസറാണ് ഞങ്ങളുടെ രാജാവെന്ന് പറഞ്ഞ് യേശുവിനെ തള്ളിക്കളഞ്ഞു. Not only did they not receive Jesus as a king, they declared that Caesar is their king and discarded Jesus. അതുകൊണ്ട് 69ാമത്തെ ആഴ്ചവട്ടത്തിൽ നിന്ന് 70ാമത്തെ ആഴ്ചവട്ടത്തിലേക്ക് ജൂതന്മാരോടുള്ള ബന്ധത്തിൽ നീങ്ങാൻ കഴിഞ്ഞില്ല. Therefore, with regards to Jews, from the period of 69th week to the 70th week, the movement did not happen. പ്രൊമോഷന് വേണ്ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും നിലയിൽ അയോഗ്യരായാൽ ആ പ്രൊമോഷൻ മാറ്റിവെക്കുന്നത് പോലെ ജൂതന്മാർ അയോഗ്യരായതുകൊണ്ട് അവരുടെ ഭരണം ദൈവം മാറ്റിവെച്ചു. To understand this with regards to a promotion, if during the time period of promotion, the people who qualified for this, if they become disqualified to any reasons, when they were kept aside, just like this, the Jews were kept aside during that particular period because they had disqualified it. ആ കാലഘട്ടത്തിൽ കൃപായുഗം എന്ന് പറയുന്ന ഒരു യുഗം ഉണ്ടായി. And in that time period, a age of grace was started. 69നും 70നും ഇടയ്ക്കുള്ള ഒരു ബ്രാക്കറ്റ് പീരീഡ്. From the 69th and the 70th week, a small period in that. അതിന് സഭായുഗം അഥവാ കൃപായുഗം എന്ന് പറയുന്നു. And that time period is referred to as the church age or the age of grace. ആ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. And it is this time period where myself and you are living. ആ കാലഘട്ടം ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്, അവസാനിക്കുന്നത് യേശുവിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവിലാണ്. That age began at the time of Pentecost and it is going to end when Jesus comes. അങ്ങനെ ആ സഭായുഗം അവസാനിക്കുമ്പോൾ 69ാമത്തെ ആഴ്ചവട്ടത്തിൽ നിന്നുള്ള ആ ഒരു വർഷം, 70ാമത്തെ ആഴ്ചവട്ടം, ആ 7 വർഷം അല്ലെങ്കിൽ ഒരാഴ്ചവട്ടം പിന്നെയും 69ൽ നിന്ന് പതുക്കെ 70ലേക്ക് തുടരും. And when this age ends and it will from the 69th week, and that is around 1 year, it will start towards the 70th week. അത് ന്യായപ്രമാണ യുഗത്തിലേക്കൊരു ഒരർത്ഥത്തിൽ ഒരു മടങ്ങിപ്പോക്കാണ്. And it is with regards going back to the age of judgment in one way. അതുകൊണ്ട് അവിടെ ഉള്ള ഭാഗങ്ങളെ കുറിച്ചെല്ലാം പറയുമ്പോൾ നമ്മൾ യാഗപീഠവും കലശവും ധൂപവും സുഗന്ധവർഗവും ഒക്കെ ആണ് അവിടെ കാണുന്നത്. And that is why the language that is used there is with regards to golden censer, altar or incense. അപ്പോൾ ആ അർത്ഥത്തിൽ വേണം ഈ ഭാഗങ്ങൾ വായിക്കാനും പഠിക്കാനും. And it is in that sense we should understand and read these portions. അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. Otherwise we will not be able to understand any this area portions. അപ്പോൾ 3 മുതൽ ഉള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ ഞങ്ങൾ വായിക്കാം. We will read from verse 3 onwards. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപ കലശവുമായി, ഇതെല്ലാം പഴയ നിയമകാലത്തിൽ ഉണ്ടായിരുന്നതാണ്, വന്ന് യാഗപീഠത്തിനരികെ നിന്നു. Then another angel having a golden censer came and stood at the altar. സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. He was given much incense that he should offer it with prayers of all the saints upon the golden altar which was before the throne. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. And the smoke of the incense with the prayers of the saints ascended before God from the angel's hand. ദൂതൻ ധൂപ കലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ചു. Then the angel took the censer, filled it with fire from the altar, ഭൂമിയിലേക്ക് എറിഞ്ഞു, and threw it to the earth. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. And there were noises, thunderings, lightnings, and an earthquake. ഇതെല്ലാം 10 കൽപ്പന കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ ഇടിമുഴക്കവും ഈ കാഹളവും നാദവും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. And the same noises, thundering, lightnings, and earthquake was also seen during the time when the 10 commandments were given.
അപ്പം ധൂപകലശം, ധൂപവർഗം, യാഗപീഠം, യാഗപീഠത്തിലെ കനൽ, ഇതൊക്കെ പഴയ നിയമകാലവുമായി നമ്മൾ പഠിക്കേണ്ടതാണ്. Therefore, golden censer, incense, altar, and all this is with regards to the Old Testament. അവരുടെ ദേവാലയത്തിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. Their temple had 3 areas. പ്രാകാരം അല്ലെങ്കിൽ കോർട്ട്യാർഡ്, വിശുദ്ധ സ്ഥലം ഹോളി പ്ലേസ്, അതിവിശുദ്ധ സ്ഥലം മോസ്റ്റ് ഹോളി പ്ലേസ്. ഇങ്ങനെ 3 പാർട്ടുകൾ അവരുടെ ആരാധന സ്ഥലത്തുണ്ടായിരുന്നു. Their worship area had 3 places, that is the courtyard, the holy place, and the holiest of holies. അവരുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ യാഗപീഠമുണ്ട്. In the courtyard there was the altar. അവിടുന്ന് അവർ യാഗപീഠത്തിലെ കനലൊക്കെ എടുക്കാറുണ്ട് ഓരോ കാര്യത്തിൽ. And from there they used to take from the altar for various things. അവരുടെ വിശുദ്ധ സ്ഥലത്ത് ഒരു ധൂപപീഠമുണ്ട്. And in the holy place they had an incense altar. അവിടെ ധൂപവർഗ്ഗങ്ങൾ ഇട്ട് ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കും. And there they used to put incense, and that is to they used to smoke that incense over there. വിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകമാണുള്ളത്. In the holy of holies it was the book of rules. ഈ രക്തമെടുക്കേണ്ടതിനും കനലുകൾ എടുക്കേണ്ടതിനും സുഗന്ധവർഗം എടുക്കേണ്ടതിനും ഒക്കെയുള്ള പാത്രങ്ങളും ധൂപ കലശങ്ങളും പുരോഹിതന്മാർക്കുണ്ടായിരുന്നു. And in order to take this coal and to incenses and all the blood and all, the priest used to have the golden censers. അതൊക്കെ കൊണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. And they used to use all these. ഇത് മനസ്സിലാക്കാനുള്ള ബൈബിൾ വാക്യങ്ങൾ ഞാൻ പറയാം, വിശദീകരിക്കാൻ സമയമില്ല, നിങ്ങൾ അത് എഴുതിയെടുത്താൽ മതി. In order to understand that, I will now tell the Bible verses. Please write it down. ഈ ധൂപവർഗ്ഗങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന് പുറപ്പാട് 30 34 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. In order to understand what is with regards to it is written from Exodus 34 to 35. ധൂപകലശവുമായി അതുമായി പുരോഹിതന്മാർ പോകുന്നതിനെ കുറിച്ച് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. Where the priests were traveling with the incenses is written in Leviticus chapter 16 verse 12 to 13. ഇവയെക്കുറിച്ചുള്ള വ്യാഖ്യാനം, പുതിയ നിയമ വ്യാഖ്യാനം എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And in the interpretation with regards to this in the New Testament, it is written in Hebrews chapter 9. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് ഈ 8-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും കാര്യങ്ങൾ. If we can study all this, then we read this chapter in Revelation, we will be able to understand. ഇതിന്റെ ലളിതമായ ആത്മീയ അർത്ഥം പറയാം. I will now tell the simple spiritual meaning behind this. ധൂപകലശത്തിൽ സുഗന്ധദ്രവ്യമിടുന്നു, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഇടുന്നു, അതൊരു പുകയായി ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു. Into the golden censer they used to put the incense, and then it is to smoke up and go up into God's presence. അതിന്റെ ലളിതമായ അർത്ഥം ഇതാണ്. The simple meaning behind this is, മഹോപദ്രവ കാലത്ത്, during the age of tribulation, അന്നത്തെ ഭരണകർത്താക്കളും the rulers of that age, മത നേതാക്കന്മാരും religious leaders, നിരീശ്വരവാദികളും atheists, ദൈവഭക്തന്മാരെ ഭയാനകമായി പീഡിപ്പിക്കും. will torture the believers of God. നിയമം കൊണ്ടും ആയുധം കൊണ്ടും എല്ലാ നിലകളിലും അവരെ പീഡിപ്പിക്കും. By rules and weapons they will torture the believers of God. അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കും. They will cry out to God. ഫറവോന്റെ രാജ്യത്തിൽ ഇസ്രായേൽ മക്കൾ നിലവിളിച്ചതുപോലെ, The same way in Egypt where the Israelites called out to God. അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ ഉയരും. Their cries will reach up to God. അപ്പോൾ ദൂതൻ ഈ യാഗപീഠത്തിലെ കനലെടുത്ത് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. Therefore the angel will take the fire from the altar and throw it into earth. അപ്പം വിശുദ്ധന്മാരുടെ രക്തത്തിൽ കുതിർന്ന കണ്ണുനീർ സ്വർഗത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. So when the cries that was from the saints of God, when they reach up to God's presence, God's judgment will come down onto earth.
ഏതൊരു കാലഘട്ടങ്ങളിലും മത ഭരണകർത്താക്കൾ ഇങ്ങനെയുള്ള നീചമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. During these times also the religious leaders used to do this disturbing things like this. സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലത്ത്, During the time of Soviet Union, ക്രിസ്തുവിനെ ആരാധിച്ച ക്രൈസ്തവരെയും any Christians who worshipped Christ, യഹോവയെ ആരാധിച്ച ജൂതന്മാരെയും the Jews who worshipped Jehovah, അതിദാരുണമായി കൊല്ലപ്പെടുകയുണ്ടായി. were killed mercilessly. അതിന്റെ ഓർമ്മകളുടെ സ്തംഭങ്ങൾ യുക്രൈനിൽ ധാരാളമായി കാണാൻ കഴിയും. And all the monuments with regards to that, with memorial monuments, can be seen in Ukraine. പക്ഷെ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരികളെ, അവരുടെ ആയുധ സന്നാഹങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള കരുത്തൊന്നും ഉണ്ടായിരുന്നില്ല. The Jews or the Christians were not powerful enough to hold back against the Soviet Union's weapons or the armies. അതുകൊണ്ട് അവർ ജയിലിൽ കിടന്നു, പട്ടിണി കൊണ്ട് മരിച്ചു, കൊല്ലപ്പെട്ടു. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങൾ ലക്ഷങ്ങൾ. Therefore they were imprisoned and they were starved, and many of them were killed, not just one or two but lakhs of people. പക്ഷേ കണ്ണുനീര് ദൈവസന്നിധിയിലേക്ക് ഉയർന്നപ്പോൾ, so but their cries when they reached God's presence, ആരുടെയും ആക്രമണം കൂടാതെ സോവിയറ്റ് യൂണിയൻ മിസ്റ്റർ ഗോർബച്ചോയുടെ കാലത്ത് തകർന്നു പോകുന്നത്, 70 വർഷം കൊണ്ട് തകർന്നു പോകുന്നത്, ഉള്ളിൽ തകർന്നു പോകുന്നത് നമ്മൾ കണ്ടു. When the cries reached heaven, we saw the Soviet Union within the period of 70 years under the time period of Mr. Gorbachev was destroyed. അതുപോലെ തന്നെ മതത്തിന്റെ ശക്തി കൊണ്ട്, മതാധിപത്യം കൊണ്ട് സത്യദൈവാരാധകരെ പീഡിപ്പിച്ച മതസമൂഹങ്ങൾ തകർന്നു പോകുന്നതും ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. In the same way, we will also see various religious leaders or religious communities where they had destroyed the true believers of God, with themselves being destroyed. ചരിത്രം പഠിക്കണം. We should learn history. ആ മതങ്ങളും ആ മതത്തിന്റെ ദൈവങ്ങളും ഒക്കെ ഇന്ന് മ്യൂസിയങ്ങളിലാണ് നമ്മൾ കാണുന്നത്. And if we learn history, we see that all those religions and all the gods of those religions are in museums. അവരുടെ പ്രതാപകാലങ്ങളിൽ ദൈവഭക്തന്മാരെ, വിശുദ്ധന്മാരെ കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ കഴുത്തറുത്ത് കുരുതി കൊടുത്ത് ബലി കഴിക്കുന്ന ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു. 100 കണക്കിന് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ എനിക്ക് നിങ്ങളോട് ചരിത്രത്തിൽ നിന്ന് പറയാൻ കഴിയും. And during the time heights of their greatness, they had taken Christians who true believers, and they had brought before these gods and they had beheaded and killed. And there are many historical aspects to it. ആ മതങ്ങളെല്ലാം കുത്തൊഴുക്കിൽ കടന്നുപോയി, മായൻ സംസ്കാരം ഉൾപ്പെടെ. അതുപോലെ അവയൊക്കെ ഇന്ന് നമ്മൾ ചരിത്രത്തിലാണ് കാണുന്നത്. And all these communities and these religious communities, including like Mayan civilization, everything are only seen in historical books. ഇന്നത്തെ മതങ്ങളും ഇന്നത്തെ ഭരണകർത്താക്കളും ഇതിൽ നിന്നൊക്കെ ചരിത്രങ്ങൾ പഠിക്കേണ്ടതാണ്. The ruling leaders and all the religious leaders should learn from the history. ഇല്ലെങ്കിൽ ഇവരെ കുറിച്ചും പണ്ട് തകർന്നുപോയ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെക്കുറിച്ചും റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെക്കുറിച്ചും മറ്റു പല മതങ്ങളുടെ തകർച്ചയെക്കുറിച്ചും പറഞ്ഞതുപോലെ കാലമുണ്ടെങ്കിൽ അടുത്തൊരു തലമുറ എഴുതി വെക്കേണ്ടി വരും. If they do not learn this history and improve, otherwise they're just like all the other civilizations, the Roman civilizations and everything were destroyed. If there is another generation, they will write how they were destroyed. ഇപ്പോൾ റഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, കരുത്തുള്ള രാജ്യം, ഒരു കൊച്ചു രാജ്യത്തെ യുക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Now Russia, a very powerful nation in the world, is now waging warfare against a very small nation of Ukraine. ആയുധം കൊണ്ടും സൈനിക സന്നാഹം കൊണ്ടും യുക്രൈന് ജയിക്കാൻ കഴിയുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം. By armies and weapon power, Ukraine cannot win. Everybody knows this. യുക്രൈന്റെ ഭരണകർത്താവ് നാറ്റോ സഖ്യത്തിൽ ചേരുന്നു, അല്ലെങ്കിൽ അവരോടൊപ്പം ചേരുന്നു എന്ന ഒരൊറ്റ കാരണമാണ് ഈ യുദ്ധത്തിന് റഷ്യയെ പ്രേരിപ്പിക്കുന്നത്. And the only reason for that this Russia had waged this war against Ukraine is because the leader had joined with the NATO. ഒരു സ്വതന്ത്ര രാജ്യത്തിന് ആരോട് ചേരണം,
ആരോട് ചേരാതിരിക്കണമെന്നുള്ളത് ന്യായമായ അവരുടെ അവകാശമല്ലേ? Independent nation where they had to join or where they don't have to join is their own rights. അമേരിക്ക റഷ്യക്കെതിരായിട്ട് ഉള്ള ഒരു രാജ്യത്തോട് ചേർന്നാൽ റഷ്യ അമേരിക്കയോട് യുദ്ധം ചെയ്യുമോ? If America has joined hands with a nation which is against Russia, will Russia wage war against America? അല്ല, റഷ്യ ചൈനയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തോട് ചേർന്നാൽ ചൈന അമേരിക്കയോട് യുദ്ധം ചെയ്യുമോ? If Russia has joined in a nation which is against China, will China wage war against America? ഒരിക്കലുമില്ല. Never, it will not happen. എന്തുകൊണ്ട് യുക്രൈനോട് അവരിത് കാണിക്കുന്നു? കാരണം യുക്രൈൻ ഒരു ചെറിയ രാജ്യമാണ്. They are doing this to Ukraine because Ukraine is a very small nation. അവിടെ നിരപരാധികളുടെ കണ്ണുനീര് വീഴുകയാണ്. And there are many tears of innocence falling over there. പുടിന് ആയുധമുണ്ട്, സന്നാഹമുണ്ട്. ആ കരുത്തിൽ അദ്ദേഹം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിരപരാധികളെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. Putin has armies and weapons and power. In that particular power, he is killing children and women. ചരിത്രത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഈ യുദ്ധം മാറ്റുകയും ജനങ്ങൾ വെറുപ്പോടെ നിന്നയോടെ ഹിറ്റ്ലറിനെ കാണുന്നത് പോലെ പുടിനെ കാണുന്ന ഒരു കാലം ഉണ്ടാകും. In the book of history, we will, just like how Hitler was seen as a very evil person, just like this, all these events will also be written, and we will look at this as Putin was looked at as Hitler. ഏത് കാലഘട്ടങ്ങളിലും നിരപരാധികളുടെ കണ്ണുനീര് ഉയരാറുണ്ട്, വീഴാറുണ്ട്. So in any time period, there are a lot of innocents whose tears will fall and the cries will go up to God. ആ കണ്ണുനീര് ദൈവസന്നിധിയിൽ ചെല്ലാറുണ്ട്. And all those tears will reach God. അത് ന്യായവിധിയായിട്ട് വരാറുണ്ട്. And that can come as judgment. നിരപരാധികളും നിരാലംബരുമായ ഒരു കൂട്ടം ജനം ഈജിപ്തിൽ അടിമകളായി പോയി. There were a group of people who are innocent and they were actually made slaved in Egypt. ഈജിപ്തിലെ ധനികരും സൈന്യാധിപന്മാരും ഭരണകർത്താക്കളും ഈ അടിമകളെ ചൂഷണം ചെയ്തു. And the armies of Egypt and the ruling leaders are all you misuse this people. അവരുടെ സ്ത്രീകളെ അവർ ബലാത്സംഗം ചെയ്തു. ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. They used to rape the women and there was no one to ask them. അവരുടെ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ അവരുടെ ദൈവമായി മുതലയ്ക്ക് ഇട്ടുകൊടുത്തു. തടയാൻ ആരും ഉണ്ടായിരുന്നില്ല. They used to take the children and they used to throw them into the Nile river to the crocodiles, and nobody was there to ask them. പക്ഷേ അവരുടെ കണ്ണുനീര് ദൈവസന്നിധിയിലെത്തി. But the tears reached God's hand. ഈജിപ്തിൽ നടന്ന 10 ന്യായവിധികൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. And we can read in history where the 10 judgments that happened in Egypt. ഏതൊൽ കാലങ്ങളിലും മനുഷ്യൻ അവന്റെ ആയുധം കൊണ്ടും അവന്റെ അംഗബലം കൊണ്ടും അവന്റെ പണം കൊണ്ടും അവന്റെ അധികാരം കൊണ്ടും നിരാലംബരായിട്ടുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ കരം നീട്ടുന്ന ഒരു ദൈവമുണ്ട്. At any age, if any man or woman using their powers or money or armies or anything will harm innocent people, there is a God who will raise against them. ലോകം ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ഭരണകർത്താവ് എഴുന്നേൽക്കും. There will be a ruler that the world has not yet seen. യൂറോപ്പിൽ നിന്നായിരിക്കും എഴുന്നേൽക്കുന്നത്. And it will be coming from Europe. ഇപ്പോൾ യൂറോപ്പ് രക്ഷയ്ക്കെതിരായി നിൽക്കുന്നെങ്കിലും കിരാതനായ ഒരു ഭരണകർത്താവ് യൂറോപ്പിൽ നിന്ന് എഴുന്നേൽക്കും. Even though right now Europe is against Russia, there will be a cruel rising from Europe. അന്ന് മർമ്മം മഹദിയാം ബാബിലോൺ എന്ന ഒരു വലിയ മതം ഇവിടെ ശക്തമാകും. And that time there will be a great religion that will be said as a great Babylon. ഈ മതവും ഈ ഭരണകർത്താവും ചേർന്നുള്ള ഒരു ഭരണമാണ് ആദ്യത്തെ 3.5 വർഷം. And in the initial 3 years, this is religion and this leader that comes together and rules. പക്ഷേ അവർ സത്യദൈവത്തെയും സത്യദൈവത്തിന്റെ ആരാധനയും വെറുക്കുന്നവരായിരിക്കും. But they are people who hates the living God and the true God and the believers of the true God. മനുഷ്യനെയും മൃഗങ്ങളെയും പ്രതിമകളെയും ആരാധിക്കണം, അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് കൽപ്പിക്കുന്ന മത നേതാക്കന്മാരായിരിക്കും അന്ന് ഭരണകർത്താക്കളോടൊപ്പം നിൽക്കുന്നത്. And at that time period, there will be the religious leaders will order that if you don't worship man or worship the images of the animals, we will kill you.
അതിനെ എതിർക്കുന്നവരൊക്കെ കഠിനമായി പീഡിപ്പിക്കപ്പെടും. And anyone who opposes that will be tortured. അവരുടെ കുട്ടികൾക്ക് ഒരു സ്കൂളിൽ പഠിക്കാൻ അഡ്മിഷൻ കിട്ടുകയില്ല. And the children of such people will not get admission to study in schools. അവരുടെ രോഗികൾക്ക് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ലഭിക്കുകയില്ല. And the patients of such people will not get admission in hospitals. അവർക്ക് റേഷൻ കിട്ടുകയില്ല. They will not get ration. അവർ ദാരുണമായി കൊല്ലപ്പെടും. They will be murdered mercilessly. അവർക്ക് രാഷ്ട്രീയ സ്വാധീനമോ മതസ്വാധീനമോ ഉണ്ടായിരിക്കുകയില്ല. They will not have any influence in any religion or in the nations. അവരുടെ നിലവിളി ദൈവസന്നിധിയിലേക്ക് ഉയരും. Their cries will rise up to God. ആ നിലവിളി യാഗപീഠത്തിന്റെ കനലുകൾ പോലെയാകും. And that will be like the coal or incense of the altar. അത് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടും. And it will be thrown down into the earth. 17 ദൂതന്മാർ കാഹളവുമായിട്ട് വരും. And for that 7 angels will come with 7 trumpets. ഓരോ കാഹളം ഊതുമ്പോൾ ഈ ലോകത്തിൽ ആ ന്യായവിധി നടക്കും. When they blow each trumpet, there will be judgment happening in the world. അതിനെക്കുറിച്ചാണ് 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. And it is with regards to this we read from verse 7 onwards till verse 13. നമ്മുടെ സമയം തീർന്നത് കൊണ്ട് ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഈ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ രംഗപ്രവേശനം ചെയ്ത 7 ദൂതന്മാർ ഊതുന്ന കാഹളത്തിൽ ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. Because the time has ended for today's session. Next week, by the grace of God, we will be thinking about with regards to the 7 angels and what happens when they blow the 7 trumpets. അടുത്ത ആഴ്ച മുതൽ എൻ്റെ ക്ലാസ്സിന് ചില റിസ്ട്രിക്ഷൻ ഉണ്ട്. Next week onwards, there's some restrictions for my class. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവര്, those who have high blood pressure, ഹാർട്ടിന് പ്രശ്നമുള്ളവര്, those who have heart problems, രാത്രിയിൽ ഭയപ്പെട്ട് നിലവിളിക്കുന്നവര്, those who get nightmares in the night, ഇങ്ങനെയുള്ളവരൊന്നും എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പാടില്ല. such people should not participate in my class from next week onwards. കാരണം ഇത് വെല്ലൂർ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് നടത്തുന്നതാണ്. കാരണം എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഇങ്ങനെയുള്ളവർക്ക് വല്ലോ പേടിയും പ്രശ്നമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പാടില്ല. നല്ല ധൈര്യമുള്ളവർ മാത്രമേ അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. Because this is the Bible study which is being conducted from Vellore. If such people get anything, there will be problems. So next week onwards, those who are very courageous and brave in God should only participate. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. And those who are in Christ, there is no punishment for them. ആ ക്രിസ്തുവിലായാൽ ചോദിക്കാൻ യഹോവേ എൻ്റെ വെളിച്ചം, എൻ്റെ ജീവൻ, ഞാൻ ആരെ ഭയപ്പെടും? And then those who are in Christ, we can say that Jesus is my light and my Savior. Who will I fear? കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. Let us believe and trust in God. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May God bless everyone abundantly. Thank you. Thank you, Pastor. Thank you, Pastor, for this wonderful Bible study that happened today. And I thank God for this amazing time that we had actually with regards to the today's Bible study. And we learned, and it's very important that we apply these things and have a clear understanding about what is happening and everything. At this time, I would like to invite Brother Chaco Matthew. If you are there, would you please pray and conclude today's Bible study? ഞാൻ കേൾക്കുന്നുണ്ടോ? കാനഡയിൽ നിന്ന് പ്രാർത്ഥിച്ചു. നല്ലവനായ ഞങ്ങളുടെ പുനഃപിതാവേ, ഈ അതിരാവിലെ സമയം അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങൾ ഇരിപ്പാനും അങ്ങയിൽ നിന്ന് ശ്രമിപ്പാനും തക്കൊണ്ട് ഞങ്ങൾക്ക് തന്നതായ വിലയേറിയ പ്രിവിലേജിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൂടെ എപ്പോഴും ഉള്ള ദൈവമാകയാ സ്തോത്രം. അങ്ങ് സ്വർഗം അടങ്ങി മുഴുവൻ അങ്ങയുടെ പ്രഭ, അങ്ങയുടെ പ്രസൻസ് ഉള്ള സ്ഥാനത്തുനിന്ന് ഈ ലോകത്തിൽ വന്ന് ഈ പുഴുക്കളായ അടിയങ്ങളോടുകൂടെ സമ്പർക്കം ചെയ്യുവാൻ, അടിയങ്ങളോട് ദിനംതോറും നടപ്പാൻ അങ്ങ് തരുന്നതായ ഈ വിലയേറിയ പദവിക്കും ഈ വിലയേറിയ ഭാഗ്യത്തിനും ഈ പുഴുക്കൾക്ക് തന്നതിനാൽ സ്തോത്രം. അനേക കോടി ആൾക്കാർ ഈ ലോകത്തുള്ളപ്പോൾ സാധുക്കളായ അടിയങ്ങളെ അങ്ങയുടെ മക്കളാക്കി അങ്ങയുടെ ഓഹരിക്കാരായി ഞങ്ങളെ തിരഞ്ഞെടുത്ത
അങ്ങയുടെ വിലയേറിയ നാമത്തിന് ഞങ്ങൾ പിന്നെയും വാഴ്ത്തുന്നു. കർത്താവേ, ഈ ബൈബിൾ സ്റ്റഡിയിൽ കൂടെ ഞങ്ങൾ എല്ലാവരും കേൾക്കുന്ന ചെറിയ പ്രായമുള്ളവർ മുതൽ പ്രായമുള്ളവരായ നിങ്ങളെ എല്ലാവരും ഉൾപ്പെടെ എല്ലാവരും അങ്ങയോട് ചേർന്ന് അടുത്തു വരുവാൻ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളെ നടത്തുന്നവനായ അങ്ങയുടെ കരത്തിൽ ഞങ്ങളെ താഴ്ത്തി ഞങ്ങൾ മുന്നോട്ട് നടപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് പിതാവേ. ഈ ലോകത്തില് പലവിധമായ പ്രശ്നങ്ങളും പ്രോബ്ലംസും എല്ലാം ഉണ്ടെങ്കിലും കർത്താവേ, അതിൽ നിന്നെല്ലാം വിടുവിക്കുവാനായി അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം. ഞങ്ങളെ ജയോത്സവമായി നടത്തുവാൻ കഴിയുന്നവനായ ഞങ്ങളുടെ യേശുവിൻ്റെ ഹല്ലേലൂയ കൊടിക്കീഴെ ഞങ്ങൾ നിരന്തരമായി നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് ഗമിപ്പാൻ ഈ തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, അടിയങ്ങളേവരെയും കേൾക്കുന്ന ശ്രോതാക്കളെ ഏവരെയും ദൈവമേ അങ്ങയുടെ വരവിനായി ഒരുക്കണം. അതാണല്ലോ ഇതിൻ്റെ എല്ലാ ഉദ്ദേശം. അങ്ങയുടെ വരവിൽ ഞങ്ങൾ ഒരുക്കപ്പെടുക എന്നുള്ളതാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഈ വചനമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി എടുക്കുവാനും കർത്താവേ, അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ വർദ്ധിക്കുവാനും മുന്നേറുവാനും കർത്താവേ ഞങ്ങൾക്ക് തരുന്ന ഈ അരുളപ്പാടിനായി സ്തോത്രം. അതിൽ ഞങ്ങൾ ശക്തി പ്രാപിപ്പാൻ ഹല്ലേലൂയ, ആത്മാവിൻ്റെ ശക്തിയിൽ ഹല്ലേലൂയ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുവാനും കർത്താവേ അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ നിറഞ്ഞ് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കുവാനും ഹല്ലേലൂയ ഞങ്ങൾ ഈ വലിയ ഭാഗ്യത്തെക്കുറിച്ച് അറിയാൻ വയ്യാതെ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് ആൾക്കാർ അനവധി ഉണ്ടല്ലോ. അവരെല്ലാം ഞങ്ങൾ റീച്ച് ഔട്ട് and touch every one of them that is hallelujah in our neighborhood, in our workplace, in the areas where Father God that hallelujah enable us, hallelujah empower us, hallelujah anoint us, Father God, in these last days. And I pray especially for Pastor Paul, Lord, anoint the man of God, hallelujah. Thank you, Father God, for these wonderful messages, that Bible study that you have enabled him to give this to the people, hallelujah. Lord, help him and his family, Lord, and I pray, Father God, he'll be inspired and empowered in these last days, especially, Father God, hallelujah. Anoint him to do that which is commissioned unto him, Father God. We give you the praise, Master, and give you all the glory. And I pray all the people that are in hearing and under the hearing of the man of God, Lord, I pray that you anoint each one, Father God. Make everyone, Father God, as your vehicles, as your hallelujah, as your vessels, Father God, filled with the Holy Spirit, hallelujah, to move forward in these last days, hallelujah, that we may be, hallelujah, equipped, hallelujah, and anointed, Father God, in these last days to do that which is you have commissioned, Father God. Anoint everyone and be with us, everyone, protect everyone under the shadow of the Almighty. And I give you the praise in Jesus' precious name I pray, amen. കുഞ്ഞുവഞ്ചാനെ സുഖമായിരിക്കുന്നോ? അവിടെ ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. എനിക്ക് we are speaking in general, right? General, right. Yeah, I do have a little bit memory issues, but the Lord is holding me up, and I'm actually I just wanted to ask you also for the prayer, in your prayer, that these memory issues will not go further deepen and affect of course. That is. Of course. Thank you. I would pray. Thank you. Thank you. Thank you so much. God bless you, Pastor, and Pastor Naveed and Dr. Naveed. I mean, I'm sorry. And may everyone that is here be blessed. And then it is a wonderful Bible study. I always look forward. In fact, I'm already starting to look forward to the next Tuesday's Bible study. Because it is in these times of COVID and isolations and everything. But we, I know in Kerala it is a little different situations, but it's still in Western countries, especially in Canada and all. This isolation is still prevails a little bit, and then I pray that these kind of things is connecting us to the divine and connecting us to the wonderful the court cannot attack Zoom platform. Praise the Lord.
Thank Praise you. God. Yeah. Thank you. Thank you. Yes, and Thank you. like I want to commend you again and bless you again for all the blessings you impart upon the people through the Holy Spirit. Thank you for your encouragement. Thank you. Thank you.